രണ്ടുപേര് അവർ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ്, പക്ഷെ ഒന്നിക്കാനായില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കാണുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളുണ്ടാവുന്ന വാട്ട് ഇഫ്, അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്രണയം, ഇവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുന്ന സിനിമകളുണ്ട്. ഇപ്പോൾ ബിഫോർ ട്രിളജി 3 സിനിമകളുണ്ട് അതിനകത്ത്. അതുകൂടാതെ 96 ഉണ്ട്. അപ്പോൾ ഈ 96-ലാണെങ്കിലും ബിഫോർ ട്രിളജി ആണെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഉണ്ട്. 96-ലെ ജാനുവിനോടും റാമിനോടും തോന്നുന്ന ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ സെലിനോടും ജെസ്സിനോടും തോന്നുന്ന ആ ഒരു ഇമോഷൻ, അത് ആക്ച്വലി ഇത്തിരി നേരം എന്ന് പറയുന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനോട് തോന്നാതെ പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു പരാജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്തിരി നേരം എന്നുള്ളത് സിനിമ, ഇതിലെ 2 മെയിൻ ക്യാരക്ടേഴ്സ്, ഈ 2 ക്യാരക്ടേഴ്സിനോടും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കണക്ഷൻ തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് ഈ പറയുന്ന പോലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിലെ നായികയുടെ പ്രസൻസ് തന്നെ തീരെ കുറവാണ്. അത് പിന്നെ ആനന്ദന്മതന്റെയും നന്ദുവിന്റെയും ഉള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ വേറൊരു കോമിക്കൽ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ സംഭവങ്ങൾ, ഇമോഷണൽ ആർക്ക് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോട് യാതൊരു ഇമോഷനും തോന്നുന്നില്ല. ഇതുപോലുള്ള സിനിമകൾ, ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണം. ആ ഇഷ്ടം തോന്നിയാലാണ് ആ സിനിമ ഒരു സക്സസ് ആയിട്ട് തോന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി നേരം എന്നുള്ള സിനിമയ്ക്ക് ഇതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ആവറേജ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമ നൽകും. കാരണം തീരെ മോശമല്ല, നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാം, പക്ഷേ നമുക്ക് ആവറേജ് ഫീൽ ആയിരിക്കും.